ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 152 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോട് കൂടി 18,266 സെൻസെക്സിൽ ഏകദേശം 456 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോട് കൂടി 61,259 ബാങ്ക് നിഫ്റ്റിയിൽ 22 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനോട് കൂടി 39,518 ഇന്ന് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് മാർക്കറ്റ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മീഡിയ, PSU ബാങ്ക് ഈ ഒരു രണ്ട് സെക്ടറുകൾ മാത്രമായിരുന്നു ഇന്ന് ഗെയിനേഴ്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറുകളും ഡിക്ലൈനിലായിരുന്നു. അതിൽ തന്നെ റിയാലിറ്റി തുടർന്ന് മെറ്റൽ ഈ ഒരു രണ്ട് സെക്ടറുകളാണ് ഏറ്റവും കൂടുതൽ ലോസിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. PSU ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നല്ലൊരു റാലികൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല അതിൽ തന്നെ SBI ഇന്ന് നല്ലൊരു ഗെയിനറായിട്ട് നിന്നു. അതുമാത്രമല്ല അവർക്ക് ഇനിയൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 500-അടുത്താണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കൗട്ടുകൾ വീണ്ടും വളർന്നു കഴിഞ്ഞാൽ അടുത്തൊരു റാലിക്കുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 11 സ്റ്റോക്കുകളാണ് അവിടെ ഇന്ന് അഡ്വാൻസസിലുണ്ടായിരുന്നത്. ബാക്കി 39 സ്റ്റോക്കുകളും ഡിക്ലൈനിങ് മോഡിലായിരുന്നു. അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാലും ബാക്കിയുള്ള എല്ലാ സെക്ടറുകളിൽ നോക്കിക്കഴിഞ്ഞാലും ഇൻഡിസസിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു നെഗറ്റീവായിട്ടാണ് കാണാനുള്ളത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ എയർടെൽ, SBI, ടാറ്റ മോട്ടോഴ്സ്, ഇൻഡസിൻ ബാങ്ക്, അദാനി പോർട്സ് ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. ബ്രോഡർ മാർക്കറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സെല്ലിംഗ് പ്രഷറാണ്. മിഡ് ക്യാപ്പിൽ 1.91% ലോസും സ്മോൾ ക്യാപ്പിൽ 2.42% ലോസും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കിക്കുമ്പോൾ അവിടെയും ഒരു വർധനവുകൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്. 18.3 ഇപ്പോൾ വിക്സ് നിലനിൽക്കുന്നത്. 5% മുകളിലുള്ള റൈസായിരുന്നു ഇന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനായിരുന്നു സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുറന്നൊരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നുവെങ്കിലും പിന്നീട് ഒരു സെല്ലിംഗ് പ്രഷർ ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായി. ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ ഇൻട്രാഡേ ലോയിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിഫ്റ്റി നല്ലൊരു ഡൗണിലേക്ക് പോവുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരു എൻഡൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഗെയിനോട് കൂടി ആണ് ക്ലോസ് ആയിട്ടുള്ളത്. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ വരുമ്പോൾ ഒരു ബീറിഷ് ക്യാൻഡിലാണ് തുടർച്ചയായിട്ട് മൂന്നാമത്തെ ദിവസവും പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സെല്ലിംഗ് പ്രഷർ വീണ്ടും തുടർന്നായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങും നടക്കുന്നുണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗ്യാപ്പ് ഏകദേശം 18,248, 18,160 ആ ഒരു റേഞ്ചിലുള്ള ഗ്യാപ്പായിരിക്കും ഇനി അടുത്ത സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പ് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് നിഫ്റ്റിയെ താങ്ങി നിർത്തുന്നത് എന്നുള്ളതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ വീണ്ടും തീർച്ചയായിട്ടും ഒരു സെല്ലിംഗ് പ്രഷർ ബ്രോഡർ മാർക്കറ്റുകളിൽ നടക്കുന്നു, അതുപോലെ തന്നെ നിഫ്റ്റിയിലും നടക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ എൻട്രികളൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുന്നതാണ് കുറച്ച് സേഫായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ നടന്ന് ഈ ഒരു കറക്ഷനൊക്കെ നടന്നത് പിന്നീട് ഒരു റിവേഴ്സലിൻ്റെ കൺഫർമേഷൻ ആകുമ്പോൾ നമുക്ക് എൻട്രികൾ എടുക്കുന്നതായിരിക്കും ഒരു പൊസിഷണൽ ട്രേഡേഴ്സിനൊക്കെ ഒരു നല്ല സേഫായിട്ടുണ്ടാവുക. ഇനി അടുത്തതായിട്ട് ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഇന്നൊരു ഫ്ലാറ്റ് ട്രേഡിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. അതുപോലെ തന്നെ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് 6 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 6 സ്റ്റോക്കുകൾ ഡിക്ലൈനിങ് മോഡിലുമാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ച് ഏകദേശം 39,352 റേഞ്ചൊക്കെ ഒരു സപ്പോർട്ട് സോൺസ് ആയിട്ട് കാണുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോജിൻ്റെ ലോവിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സൈഡിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റിയാലിറ്റി സെക്ടറിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടർന്നായിട്ട് കാണുന്നു. ഇപ്പോൾ വീണ്ടും ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് 500 എന്നുള്ള റേഞ്ചിലുള്ള ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് റിയാലിറ്റി സെക്ടറിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചുകൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയാലിറ്റി സെക്ടറിലും ഒരു കൺസോളിഡേഷൻ തുടർന്നൊരു അപ്സൈഡുകൾ പ്രതീക്ഷിക്കാം. ഓട്ടോ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെയും പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാനുള്ളത്. സെല്ലിംഗ് പ്രഷർ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം നാളെ TVS മോട്ടോഴ്സിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഇന്ന് 2 സ്റ്റോക്കുകളാണ് ആകെ അഡ്വാൻസസിലുണ്ടായിരുന്നത്. ബാക്കി 13 സ്റ്റോക്കുകളും ഓട്ടോ സെക്ടറിൽ ഡിക്ലൈനിങ് മോഡിലാണ് നിലനിന്നത്. IT സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്ത് 37,400-500 റേഞ്ചിലുള്ള ഒരു റെസിസ്റ്റൻസ് സോൺസിൻ്റെ അടുത്ത് വീണ്ടും ഒരു കൺസോളിഡേഷൻ നടക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് IT സെക്ടറിലും റാലികൾ തുടരാനുള്ള സാധ്യതകളുള്ളത്. ഇപ്പോൾ നമുക്ക് നാളെ എംഫസിസിൻ്റെ റിസൾട്ടുകൾ വരാൻ പോകുന്നുണ്ട്, പ്രത്യേകിച്ചും IT സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ടുകൾ നമുക്ക് IT സെക്ടറിൻ്റെ ഒരു പ്രധാന ന്യൂസായിട്ട് നിലനിൽക്കുന്നു. ഇനി അതുപോലെ തന്നെ മെറ്റൽ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. നാളെ JSW സ്റ്റീൽ മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം JSW സ്റ്റീൽ അവരുടെ റിസൾട്ടുകൾ ഈ ഒരു വരുന്ന കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് ഈ ഒരു സ്റ്റോക്ക് വന്ന് നിൽക്കുന്നുണ്ട്. 5920 എന്നുള്ളൊരു സപ്പോർട്ട് സോണിൻ്റെ അടുത്താണ് ഇപ്പോൾ മെറ്റൽ സെക്ടർ നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും പഴയ റേഞ്ചിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതകൾ മെറ്റൽ സെക്ടറിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ FMCG ഫാർമ, FMCGയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സപ്പോർട്ട് സോൺ, നമ്മൾ പറഞ്ഞ ഒരു സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കറക്ഷൻ തുടരാനുള്ള സാധ്യതകൾ FMCGയിൽ നിലനിൽക്കുന്നു. ഇതിൽ തന്നെ ITCയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വന്നൊരു വാർത്ത, ഇന്ത്യൻ ഗവൺമെൻറ് ടുബാക്കോ പ്രൊഡക്റ്റിൻ്റെ ഒരു ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ പാനലിനെ ടാക്സ് റിവ്യൂ ചെയ്യാനുള്ള ഒരു പാനലിനെ സെറ്റപ്പ് ചെയ്യുന്നു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസിനെ തുടർന്ന് സിഗരറ്റ് അതുപോലെ ടുബാക്കോ പ്രൊഡക്റ്റിൻ്റെ കമ്പനികൾ ഒരു മിക്സഡായിട്ടായിരുന്നു ട്രേഡ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു ബഡ്ജറ്റ് വരെ ITC ഒരു പ്രഷറിലാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊരു റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പാനലും അതുപോലെ തന്നെ അവരുടെ ഒരു ടാക്സ് റിവ്യൂ ഒക്കെ ഈ ഒരു ITCയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ന്യൂസായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ഫാർമ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും സെല്ലിംഗ് പ്രഷറാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു സപ്പോർട്ട് സോണിൻ്റെ അടുത്തേക്ക് ഫാർമ സെക്ടർ വന്നുകൊണ്ടിരിക്കുന്നു. മീഡിയയിൽ ഇന്നൊരു കൺസോളിഡേഷൻ പോലെയാണ് കാണാനുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ സി എൻ്റർടൈൻമെൻറ്റ്, അവർ ഇതിനു മുമ്പ് നമ്മൾ കണ്ട വാർത്തയായിരുന്നു സോണി പിക്ചേഴ്സ് ഇന്ത്യയുമായിട്ട് അവർ മെർജ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ഡ്യൂ ഡെലിജൻസ് പ്രോസസ്സൊക്കെ അവർ ഇന്ന് ആരംഭിച്ചതായിട്ടൊരു വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂസ് ആയിരിക്കണം ഇന്നിവർക്ക് ചെറിയ രീതിയിലൊരു ഗെയിനിന് കാരണങ്ങളായിട്ട് നിന്നിട്ടുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ സി എൻ്റർടൈൻമെൻറ്റ് സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇന്ന് ചെറിയൊരു ഏകദേശം 3.51% ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് സോൺ ഏകദേശം 290 റേഞ്ചുകൾ സപ്പോർട്ട് സോൺസ് ആയിട്ട് 280, 283 റേഞ്ചുകൾ സപ്പോർട്ട് സോൺസ് ആയിട്ട് സി എൻ്റർടൈൻമെൻറ്റിന് കാണുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു മെർജറിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാൽ റാലിക്കുള്ളൊരു സാധ്യതകൾ നമുക്ക് സി എൻ്റർടൈൻമെൻറ്റിലും നിലനിൽക്കുന്നു. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ US മാർക്കറ്റ് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡായിട്ട് നിലനിൽക്കുന്നു. FTSE 14 പോയിൻറ്റ്സ് ഡൗണിലാണുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിലും മിക്സഡായിട്ടാണ് കാണാനുള്ളത്. SGX നിഫ്റ്റി 31 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി ട്രേഡ് ആവുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലും ഒരു റൈസുകൾ കാണാനുണ്ട്. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് ഗെയിൻസ്റ്റായിട്ട് നല്ലൊരു ഗെയിനുകൾ 47 പൈസ ഉയർന്ന് 74.87 ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡാറ്റയും കൂടെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ 505 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ഇന്നലെ വിത്ഡ്രോവൽ മോഡിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇവരുടെ ആക്ടിവിറ്റിയും കൂടെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റൊക്കെ മൊത്തത്തിലൊരു മിക്സഡ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെയും കൂടെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും പൊസിഷണൽ ട്രേഡേഴ്സൊക്കെ ഒന്ന് കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയത്ത് സേഫ് ആയിട്ടുണ്ടാവുക. സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഭാരതി എയർടെലിൻ്റെ സ്റ്റോക്ക് ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സപ്പോർട്ട് സോണിൽ നിന്നുള്ള റിവേഴ്സലിനുള്ള സാധ്യതകളാണ് ഭാരതി എയർടെലിലുള്ളത്. ഇനി നമുക്ക് 708 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റാലിക്കുള്ളൊരു സാധ്യതകൾ 713 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റാലിക്കുള്ളൊരു സാധ്യതകൾ എയർടെലിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 740, 745 വരെ പോകാനുള്ള സാധ്യതകളാണ് ഭാരതി എയർടെലിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ മെട്രോപോളിസ് ഹെൽത്ത് കെയർ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഹൈടെക് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ അതിനെ അക്വയർ ചെയ്യാൻ അതുപോലെ തന്നെ അവരുടെ സബ്സിഡറിനെയും 636 കോടിയുടെ ട്രാൻസാക്ഷൻ വഴിയായിട്ട് അക്വയർ ചെയ്യുന്നൊരു വാർത്തകളുണ്ട്. അത് മാത്രമല്ല ഇവരുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് സോണിൻ്റെ അടുത്തു നിന്നും ഒരു റിവേഴ്സൽ പോലെ കൺഫർമേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3000-3100 വരെ പോകാനുള്ള സാധ്യതകൾ മെട്രോപോളിസിൽ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റ് ട്രെൻഡും ട്രാക്ക് ചെയ്തതിന് ശേഷം മാത്രം എൻട്രികൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ മൈൻഡ്രിയെ സംബന്ധിച്ചിടത്തോളം അവർ വെസ്റ്റേൺ അസറ്റ്സുമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ IT സർവീസ് അതുപോലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പാർട്ണർഷിപ്പ് എന്നാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. 0.68% ഗെയിൻ ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാസം ഇതുവരെ 13.81% റാലികളാണ് മൈൻഡ്രിയുടെ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി HCLനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നോവാക്കർ ഇങ്ക് അവരുമായിട്ടൊരു പാർട്ണർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊജക്റ്റുകൾ എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ന് ഫ്ലാറ്റായിട്ടാണ് HCL ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു മാസം ഇതുവരെ 3.65% ലോസും HCLൽ നിലനിൽക്കുന്നു.
ഇനി NBCCയെ സംബന്ധിച്ചിടത്തോളം അവർ മൾട്ടിപ്പിൾ ഓർഡറുകൾ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ വിന്നുകൾ ഇവർക്ക് നല്ലൊരു ന്യൂസായിട്ട് നിലനിൽക്കുന്നു. എന്നിരുന്നാലും ഇന്ന് 2.43% ലോസാണ് NBCCയിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു മാസം ഇതുവരെ 5.24% ലോസിലും NBCC നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് ഹണിവെൽ ഓട്ടോമേഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏകദേശം 496 കോടി വർത്ത് ചെയ്യുന്ന ഒരു ഓർഡറുകൾ വിൻ ചെയ്തിട്ടുണ്ട്. ഒരു ബാംഗ്ലൂർ സേഫ് സിറ്റി പ്രോജക്റ്റ് എന്നുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ന് 0.73% ലോസ് ഹണിവെൽ ഓട്ടോമേഷൻസിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മാസം ഇതുവരെ 7.13% ലോസും ഹണിവെൽ ഓട്ടോമേഷൻസിൽ നിലനിൽക്കുന്നു. ഇനി BL കശ്യപ് ആൻഡ് സൺസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 62 കോടിക്ക് മുകളിൽ വർത്ത് ചെയ്യുന്ന ഒരു സിവിൽ വർക്ക് ഹരിയാനയിൽ അവർക്ക് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്ന് 4.68% റാലികൾ BL കശ്യപിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മാസം ഇതുവരെ 4.3% റാലികളും ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. ഇവരുടെ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 756 കോടിയുടെ ഓർഡർ ഇൻഫ്ലോ ആണ് അവർക്കുണ്ടായതായിട്ടാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഓഗസ്റ്റ് മാസത്തിലെ ടെലികോം ഡാറ്റയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വോഡഫോൺ ഐഡിയയ്ക്ക് വീണ്ടും കസ്റ്റമേഴ്സിന് ലോസ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത് സബ്സ്ക്രൈബേഴ്സിനെ 8.33 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ലോസ് കഴിഞ്ഞ ജൂലൈ മാസത്തെ അപേക്ഷിച്ച് ഓഗസ്റ്റ് മാസത്തിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ 6.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഓഗസ്റ്റ് മാസം ആഡ് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നു. ജൂലൈ മാസത്തിൽ അവർക്ക് 65 ലക്ഷം കസ്റ്റമേഴ്സിൻ്റെ അഡീഷനായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഭാരതി എയർടെല്ലിലേക്ക് വരുമ്പോൾ അവർ 1.38 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ അഡീഷൻ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ അവർക്ക് 19 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൻ്റെ അഡീഷനായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ വോഡഫോൺ ഐഡിയയിൽ വീണ്ടും സബ്സ്ക്രൈബേഴ്സ് ലോസാണ് വന്നിരിക്കുന്നത്. ഇത് വോഡഫോൺ ഐഡിയയ്ക്ക് ഒരു നെഗറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ഏകദേശം 52% സ്റ്റേക്ക് ഋതിക പ്രൈവറ്റ് ലിമിറ്റഡിൽ അക്വയർ ചെയ്തതായിട്ട് അപ്ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് 1.15% ലോസും ഈ ഒരു മാസം ഇതുവരെ 7.19% ലോസും റിലയൻസിൻ്റെ സ്റ്റോക്കിൽ നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് Q2 റിസൾട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജുബിലന്റ് ഫുഡ്വർക്സിൻ്റെ Q2ലേക്ക് വരുമ്പോൾ 58% വർധനവാണ് അവർക്ക് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 121 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇയർ ഓൺ ഇയറിൽ. അതുപോലെ തന്നെ ഈ റവന്യൂയിലേക്ക് വരുമ്പോൾ ഇയർ ഓൺ ഇയറിൽ 36% വർധനവും ഉണ്ടായിട്ടുണ്ട്. 1101 കോടി റവന്യൂ ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി റാലിസ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ 56 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തെ Q2 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് പാറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇൻകം നോക്കുമ്പോൾ ചെറിയൊരു വർധനവ് ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിട്ടുണ്ട്. 728 കോടി ഇൻകം ആയിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി ടാറ്റ സ്റ്റീൽ BSLലേക്ക് വരുമ്പോൾ 1837 കോടി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർക്കത് 342 കോടിയായിരുന്നു ഈ Q2 ഉണ്ടായിരുന്നത്. ഇൻകം നോക്കുമ്പോൾ അവിടെയും നല്ലൊരു വർധനവുകൾ കാണിച്ചിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 8309 കോടി ഇൻകമായിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നല്ലൊരു വർധനവുകൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ 302 കോടിയിൽ നിന്നും 446 കോടിയായിട്ട് ഉയർന്നിരിക്കുന്നു. ഇനി സ്നോമാൻ ലോജിസ്റ്റിക്സ് അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുമ്പോൾ അവർക്ക് നെറ്റ് ലോസിൽ നിന്ന് ഒരു നെറ്റ് പ്രോഫിറ്റിലേക്ക് വരാൻ കഴിഞ്ഞു എന്നാണ് കാണിച്ചിരിക്കുന്നത്. 0.5 crores നെറ്റ് പ്രോഫിറ്റാണ് അവർ ഈ ഒരു ക്വാർട്ടറിൽ ഈ Q2 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇൻകം പ്രധാനമായിട്ടും ഇൻകത്തിലുള്ള വർധനവുകളാണ് ഇതിന് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. 70 കോടി ടോട്ടൽ ഇൻകമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി റാനെ ലിമിറ്റഡിലേക്ക് വരുമ്പോൾ 2.3 കോടിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് Q2 10 കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇൻകത്തിലുള്ള വർധനവുകൾ ഇതാണ് ഇതിന് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് 9.1 കോടിയുടെ ഒരു എക്സെപ്ഷണൽ ഗെയിനും ഉണ്ടായി എന്ന അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി നാളെ റിസൾട്ടുകൾ വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, JSW സ്റ്റീൽ, LIC ഹൗസിംഗ് ഫിനാൻസ്, എംഫസിസ്, TVS മോട്ടോഴ്സ്. അതുപോലെ തന്നെ ഇപ്ക ലബോറട്ടറീസിനെ സംബന്ധിച്ചിടത്തോളം നവംബർ 13 അവരുടെ ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാനാണ് ഈ ഒരു ബോർഡ് മീറ്റിംഗ് എന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും ഒക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരു ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.